ഹായ്, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടില്ല, അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പുഡിംഗ് ആട്ടെ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിതാ ഒരു ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ചിട്ട് വരട്ടെ. അതിന് വേണ്ടിതാ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ആ ചൂടുള്ള പാല് പാർന്ന് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താക്കണം, കട്ട ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ പാലിലോട്ട്, ഈ ചൂടുള്ള പാലുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ പാലിലോട്ട് പാർന്ന് കൊടുത്തിട്ടും നമ്മൾ നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി ചെറിയ രീതിയിൽ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഇതാ ഒരു കയ്യിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ മിൽക്ക് മേഡാട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ബ്രെഡാണ്. ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇതാ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന ആ പാത്രം എടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ കുറുക്കിയെടുത്തത്, അത് ഈ ബൗളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ആ പൊടിച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് അതിൻ്റെ മീതായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി മിൽക്ക് മേഡ് ഇതുകൊണ്ട് ഞാൻ പാലിലോട്ട് ലേശം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ബ്രെഡിൻ്റെ മീതായിട്ട് ലേസിച്ച് അങ്ങനെ നമുക്ക് തെളിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള ആ കസ്റ്റാർഡ് ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ മീതായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷമായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. ഇനിയൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ ബൂസ്റ്റ് പൊടി അതിൻ്റെ മീതായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഫ്രീസറിൽ ഒന്ന് വെക്കണം കേട്ടോ. അത് തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റിയാണ്. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഡിങ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പുഡിങ്ങും കൂടെയാണ്. അപ്പം മക്കളൊക്കെ ഉള്ള വീടുകളിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം എനിക്കിനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,